ഇന്ന് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആവാം. സോ ഞാൻ ആദ്യമേ തന്നെ പോൺസിൻ്റെ കോൾഡ് ക്രീമാണ് എടുത്തത്. ഇത് മോയ്സ്ചറൈസറാണ്. ഞാൻ അതാണ് ആദ്യമേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മുഖത്തിൽ ആദ്യമായിട്ട് പിന്നെ കഴുത്തിലിട്ട് പിന്നെ നല്ലതായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ദെൻ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലോട്ടസിൻ്റെ സൺസ്ക്രീനാണ്. വൈകിട്ടാണ് ജിമ്മിൽ പോകുന്നതെങ്കിലും ഞാൻ ഈ സൺസ്ക്രീൻ എല്ലാം തേച്ചുകൊണ്ടാണ് പോകുന്നത്. എന്തായാലും സൺസ്ക്രീൻ ഇല്ലാതെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങത്തില്ല. അപ്പോൾ ഞാനതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. മൂന്നാമതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഡാസ്ലറിൻ്റെ കോമ്പാക്ട് പൗഡറാണ്. വേറൊന്നും എനിക്ക് പിടിക്കത്തില്ല മക്കളെ. മുഖം മൊത്തം സാധാരണ ഒരു നോർമൽ പൗഡറൊക്കെ ഇട്ട മുഖം മൊത്തം നന്നായിട്ട് ഭയങ്കര എന്താ പറയുക, ഒരു പൊരിഞ്ചു പോലെ വരിക എന്നല്ല, അതായിരിക്കും എൻ്റെ മുഖത്ത് മൊത്തം. അതുകൊണ്ട് എനിക്ക് ഈ കോമ്പാക്ട് പൗഡർ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്, എൻ്റെ മുഖത്തിന് ചേരുന്നില്ല. അപ്പോൾ എന്തായാലും ഞാനതൊന്ന് ഇട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്തു. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഐബ്രോ പെൻസിലാണ്. ഇത് ബ്ലാക്ക് ഷെയ്ഡാണ്. അപ്പോൾ ഈ ഐബ്രോ പെൻസിൽ ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇപ്പോൾ ഈ ഇടയ്ക്ക് പോയിട്ടാണ് പിരികൊക്കെ ത്രെഡ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നല്ല മെനക്കിരിപ്പുണ്ട്. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഐബ്രോ പെൻസിൽ ഒത്തിരി വരയ്ക്കേണ്ടതായിട്ടില്ല. ലൈറ്റായിട്ടൊന്ന് ഞാൻ വരച്ചു കൊടുക്കുവാണ്. അപ്പോൾ നല്ല ഷേപ്പിലാണ്. ഞാനിപ്പോൾ ഇതിപ്പോൾ ഒരു ആളുടെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കറിയാം എങ്ങനെ എടുക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് നല്ല സെറ്റായിട്ടാണ് അവർ നമുക്ക് ഐബ്രോ എടുത്ത് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിനകത്ത് എത്രത്തോളം പെർഫെക്ഷനോട് കൂടിയാണ് അവർ എടുത്തതെന്ന്. എനിക്കെന്തായാലും പേഴ്സണലി എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ട അവരുടെ ആ ഒരു ഐബ്രോ ത്രെഡ് ചെയ്തതിൻ്റെ. പിന്നെ ഞാനിവിടെ എടുക്കുന്നത് കൺമഷിയാണ്. അപ്പോൾ കൺമഷിയും കൂടെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും അവസാനം നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അതാണ് നമ്മുടെ ലിപ്സ്റ്റിക്ക്. ഇത് ഞാനിവിടെ നൈക്കയുടെ ലിപ്സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു 2 ലിപ്സ്റ്റിക്ക് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അതിൽ ഒരെണ്ണം എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാറില്ല. ഇത് മാത്രമാണ് ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ റീസെൻ്റ്ലി. അപ്പോൾ ഞാനൊന്ന് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ഷെയ്ഡാണ്. നമ്മുടെ മുഖം കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ട്, ഇത് നിങ്ങൾക്ക് ഇട്ട് കഴിയുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ബ്രൈറ്റ് നമ്മുടെ മുഖത്ത് കാണിക്കുന്നുണ്ടെന്ന്. എന്തായാലും എനിക്ക് പേഴ്സണലി ഇതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി കുറച്ച് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റാണ് ഞാനിവിടെ സ്ഥിരം യൂസ് ചെയ്യുന്നത്. വേറെ ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യാറുമില്ല. എനിക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് മാത്രമേ ഞാൻ പിന്നെ പോയി പിരികം ത്രെഡ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഡ്രസ്സാണെങ്കിലും എടുക്കുള്ളൂ. ഡ്രസ്സ് തയ്പ്പിക്കാനാണെങ്കിലും ഒരു സ്ഥലം, അങ്ങനെ എനിക്ക് പ്രത്യേകം സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ മേക്കപ്പ് പ്രോഡക്റ്റിൻ്റെയും കാര്യങ്ങൾ. അപ്പം ഞാൻ ലിപ്സ്റ്റിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. കണ്ടോ എത്രത്തോളം മുഖം നല്ല ബ്രൈറ്റായിട്ട് വെച്ചിരിക്കുന്നുണ്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ചെറിയൊരു മുട്ടുകമ്മലാണ്. എനിക്ക് ആകെപ്പാടെ 1-2 കമ്മൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ 2-3 മാല ഉണ്ടെങ്കിലും ഞാൻ ഈ ഒരു ലോക്കറ്റ് വരുന്ന മാലയാണ്, ആ ബട്ടർഫ്ലൈയുടെ അതിൻ്റെ പുറകും ബാക്കും ഫ്രണ്ട് എന്ന് പറയുന്നത് രണ്ട് കളറാണ്. അപ്പോൾ അത് നമുക്ക് തിരിച്ച് മറിച്ച് വിടാം. ഞാനിപ്പോൾ ഈ ഒരു കമ്മലിട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ആ ഒരു മാലയാണ്. ഇന്നിച്ചിരി താമസിച്ചുകൊണ്ട് തന്നെ പെട്ടെന്നാണ് ഒരുങ്ങുന്നത്. അപ്പോൾ ഞാൻ കോമ്പെടുത്ത് മുടി ചീവാൻ തുടങ്ങി. ഇങ്ങനെ മുടി വെട്ടുകൊണ്ട് പിന്നെ നമുക്ക് വലിയ ഉടക്കോ കാര്യങ്ങളൊന്നും കാണത്തില്ല. അപ്പോൾ ഞാൻ എന്തായാലും അതൊന്ന് ചീ കൊടുക്കുകയാണ് മുടി. എന്തായാലും മുടി വെട്ടിയതും ഒരു സ്ഥലത്ത് തന്നെയാണ്. അവർ വെട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് വളരുന്നുണ്ട് മുടി. ഇത്രയൊന്നും അല്ലായിരുന്നു, കുറച്ചും കൂടെ ഷോർട്ടായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് മുടിയൊക്കെ വളരുന്നത്. എന്തായാലും നമുക്കതൊന്ന് പൊക്കിക്കെട്ടാം. ഇതുപോലെ വിരിച്ചിട്ട് ജിമ്മിൽ പോകാൻ ഭയങ്കര പാടാണ്. നമുക്ക് വർക്കൗട്ടൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്കതൊന്ന് പൊക്കിക്കെട്ടാം. ഇനി 2 അണ്ടർആം റോളും അതുപോലെ സ്പ്രേയും ഞാൻ എടുത്തിട്ടുണ്ട്. എന്തായാലും അണ്ടർആം റോൾ ഞാൻ തേക്കുകയും അതുപോലെ സ്പ്രേ ഞാൻ അടിക്കുകയും ചെയ്തു. ഇനിയിപ്പം എനിക്ക് ജിമ്മിൽ പോകാൻ നേരമായി. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം. ബൈ.